5000 വർഷങ്ങൾക്ക് മുകളിൽ വിശ്വകർമ്മ ജനത എല്ലാ കലകളുടെയും വാസ്തുവിദ്യ കഴിവുള്ളവരുടെയും ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുമതത്തിന്റെയും ക്ഷേത്രങ്ങളുടെയും സൃഷ്ടാക്കൾ എന്ന നിലയിലും അറിയപ്പെട്ടിരുന്നു. വിശ്വകർമ്മ ജനതയെ വേദങ്ങളിൽ പ്രത്യേക സൃഷ്ടി എന്നാണ് സൂചിപ്പിച്ചിരുന്നത്. വിശ്വകർമ്മ പുരാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ജനപ്രിയ ഐതിഹ്യമനുസരിച്ച് വിശ്വകർമ്മ ദേവന്റെ 5 മക്കൾ കരകൗശല വിദഗ്ധരായി ദേവന്മാരെ സേവിക്കുകയും അവയെ ദൃശ്യവൽക്കരിച്ച് വസ്തുക്കളെ സൃഷ്ടിക്കാനുള്ള കഴിവ് നേടുകയും ചെയ്തു. അവർ ബ്രഹ്മചാരികളായി തങ്ങളുടെ വീര്യം സംരക്ഷിച്ചു. ശ്രീലങ്കയിലെ ഇളങ്കാപുരി തീരത്തുള്ളൊരു കോട്ടയിലാണ് അവർ താമസിച്ചിരുന്നത്. കോട്ട കെട്ടുകല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ആ കോട്ടയ്ക്ക് നേരെ എറിയപ്പെട്ട ഏത് ആയുധവും ആ മതിലുകളിൽ ചെന്ന് ഒട്ടിയിരുന്നു. ചോള ചക്രവർത്തിയുടെ സാമന്തനായ കരുണാകരനായിരുന്നു അവരുടെ മുഖ്യ ശത്രു. വിശ്വകർമാക്കളെ പരാജയപ്പെടുത്താൻ കരുണാകരൻ കോട്ടയിൽ നിരവധി സുന്ദരികളായ സ്ത്രീകളെ അയച്ചു. ഈ സ്ത്രീകൾ വിശ്വകർമാക്കളെ അവരുടെ വരുതിയിലാക്കുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ ആത്മീയ ശക്തി നശിച്ചു. കോട്ട കത്തിക്കാൻ ഒരു പ്രത്യേകതരം വിഷമുള്ള പുല്ല് ഉപയോഗിക്കാമെന്ന രഹസ്യം അവർ കണ്ടെത്തുന്നു. ആ രഹസ്യം ഉപയോഗിച്ച് ശത്രുക്കൾ കോട്ട തകർത്തു. വിശ്വകർമാക്കൾ വിവിധ പ്രദേശങ്ങളിലേക്ക് ചിതറി എറിയപ്പെട്ടു. അവിടെ അവർ മർത്യരായ മനുഷ്യർക്കായി കരകൗശല വിദഗ്ധരായും പ്രവർത്തിക്കാൻ നിർബന്ധിതരായി.